അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്നിന്റെ പേരിലും ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറാൻ പോകുന്നില്ല. ചെറിയച്ഛൻ എന്നോട് ക്ഷമിക്കണം. ആ പ്രൂഫ് ഞാൻ എയർ ചെയ്യും. അത് ന്യൂസ് ആയേ പറ്റൂ. ഇതിന്റെ പേരിൽ ഇനി എന്ത് പ്രശ്നം വന്നാലും അത് ഞാൻ ഫേസ് ചെയ്തോളാം. ചേച്ചി ഇനിയിപ്പോ എന്താ ചെയ്യാ? അച്ഛ വാ കിരൺ. ഇതാരാ? വൈഫാണോ? ഇതെന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാ. ഐ ലവ് യു കിരൺ. കിരൺ ഇന്നു മുതലും ഈ മുറിയിൽ കിടക്കണ്ട. അതെന്താ? പിന്നെ ഞാനിവിടെ കിടക്കും. ആ ടെറസിലെങ്ങനെ പോയി കിടക്കും. എന്തായാലും ഇവിടെ പറ്റില്ല. ഇവിടെ കിടന്നാൽ എന്താ കുഴപ്പം? കിരൺ വേറെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ? നാളെ കിരണിന്റെ ഭാര്യ വരുമ്പോ ഈ മുറിയിൽ ഇങ്ങനെ കഴിഞ്ഞ കാര്യമൊക്കെ അറിഞ്ഞാലേ അവൾക്കേ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വലിയ വഴക്കുകളും ഭയങ്കര തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത് ശരിയാവൂല. അപ്പൊ വയ്ക്കാം. ഓക്കെ, അങ്ങനെ ചിന്തിച്ചാ അത് ശരിയാ. പക്ഷേ ഞാൻ ടെറസിൽ പോയി കിടക്കുന്ന കണ്ട് ആരെങ്കിലും ചോദിച്ചാ ഞാനെന്ത് മറുപടി പറയും? ഓ അതാണോ? അത് റൂമിലെ AC വർക്ക് ചെയ്യുന്നില്ലെന്ന് വല്ലതും പറഞ്ഞാ മതി. അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? ഞാൻ പോവില്ല. താൻ വേണം പോയി കിടന്നോ. ഞാനെന്തിനു പോണം? കിരണല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്. കല്യാണം കഴിക്കും, അതൊക്കെ ശരി തന്നെയാ. പിന്നെ ഞാൻ എന്തായാലും എങ്ങോട്ടും പോകുന്നില്ല. ഞാനും പോവില്ല. എന്നാ പിന്നെ ഇവിടെ തന്നെ കിടന്നാ പോലെ. അത് പറ്റില്ല. ഞാനെങ്ങും പോകുന്നില്ല. കിരണോട് പറഞ്ഞാലും മനസ്സിലാവൂലേ? നിങ്ങൾ അങ്ങോട്ട് പോയി നോക്ക്.
ഇല്ല. തോരൻ. ദേ, പിടിച്ച് വലിക്കല്ലേ. എണീറ്റ് പോ. പിടിക്കണോ? നിങ്ങൾ അങ്ങോട്ട് വെക്കോ. വാടാ. വേണ്ട കിരൺ, ഞാൻ ശരിക്കും തരുവേ. പിന്നെ വേദനിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. പൃഥ്വി, ചെറിച്ച. പൃഥ്വി, ചെറിച്ച. കിരൺ, കളിക്കല്ലേ. പോവാനല്ലേ ഞാൻ പറഞ്ഞേ. പോവാൻ പറഞ്ഞ. പൃഥ്വി, പൃഥ്വി, പൃഥ്വി. നോക്കിക്കോ. വാടാ അങ്ങോട്ട് പോയി. നിനക്കും കൊള്ളൂ.